കേരളം ഇന്ന് രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ പ്രായമാകുന്ന സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച ആരോഗ്യ സംവിധാനങ്ങളും ഉയർന്ന ആയുർദൈർഘ്യവും നമുക്ക് നേട്ടമാണെങ്കിലും കുറഞ്ഞ ജനന നിരക്കും യുവതലമുറയുടെ വലിയ തോതിലുള്ള വിദേശ കുടിയേറ്റവും വലിയ സാമൂഹിക വെല്ലുവിളി തന്നെയാണ്. മക്കൾ ജോലിക്കും പഠനത്തിനുമായിട്ട് വിദേശങ്ങളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും പോയതോടെ സ്വന്തം നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാരുടെ എണ്ണം കേരളത്തിൽ വൻതോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ബഹളമായിരുന്ന പല വീടുകളും ഇന്ന് നിശബ്ദതയിലാണ്. വിദേശത്തിരിക്കുന്ന മക്കൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ വയോജനങ്ങൾക്ക് ആവശ്യമായ ശാരീരികവും മാനസികവുമായ പിന്തുണ നൽകുവാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് പലയിടത്തുമുള്ളത്. പണം കൊണ്ടോ സാങ്കേതിക വിദ്യ കൊണ്ടോ പരിഹരിക്കാൻ കഴിയാത്ത ഈ വൈകാരിക ശൂന്യതയും ഏകാന്തതയും ഒരു മാനുഷിക പ്രശ്നമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് തന്നെ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രാലയവും വകുപ്പും രൂപീകരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ BBC അടക്കം വലിയ പ്രാധാന്യത്തോടെയാണ് കേരളത്തിന്റെ ഈ പുതിയ ഭരണപരമായ തീരുമാനത്തെയും വയോജന നയത്തെയും വിശകലനം ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം 2036 ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയുടെ 22.8% 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ദേശീയ ശരാശരി വെറും 14.9% മാത്രമായിരിക്കുമ്പോഴാണ് കേരളം ഈ വലിയ വ്യത്യാസം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വയോജന സംരക്ഷണം എന്നത് ഇനി ഒരു ഹ്രസ്വകാല പദ്ധതിയല്ല, മറിച്ച് ദീർഘകാല വികസന മുൻഗണനയായിട്ട് കണ്ടാകണം മുന്നോട്ട് പോകേണ്ടത് എന്ന ദീർഘവീക്ഷണമാണ് ഈ പുതിയ വകുപ്പിന് പിന്നിലുള്ളത്. ഏജിംഗ് ഇൻ പ്ലേസ് എന്ന ആധുനിക ആശയമാണ് പുതിയ വയോജന ക്ഷേമ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് മുതിർന്ന പൗരന്മാർ അവരുടെ പ്രായമായ കാലത്ത് അനാഥാലയങ്ങളിലേക്കോ മറ്റ് സ്ഥാപനങ്ങളിലേക്കോ മാറേണ്ടി വരാതെ സ്വന്തം വീടുകളിൽ അന്തസ്സോടെയും സുരക്ഷിതമായിട്ടും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായി കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിപാലനം, സോഷ്യൽ പ്രിസ്ക്രിപ്ഷൻ, വയോജന പാർക്കുകൾ, പകൽ വീടുകൾ, ഫിറ്റ്നസ് സൗകര്യങ്ങൾ എന്നിവ സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വയോജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏകാന്തതയും സാമൂഹികമായ ഒറ്റപ്പെടലുമാണെന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് മറികടക്കാനായി സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ഒരു ശൃംഖല രൂപീകരിക്കുവാനും കൃത്യമായ പരിശീലനം ലഭിച്ച പരിചാരകരെ വാർത്തെടുക്കുവാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യയിലെ പൊതുവെ നിലനിൽക്കുന്ന വയോജന ആരോഗ്യ വിദഗ്ധരുടെ അഭാവം പരിഹരിച്ച് ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ നീളുന്ന ഒരു സമഗ്ര പിന്തുണ ശൃംഖലയാണ് ലക്ഷ്യമിടുന്നത്. തുടക്കത്തിൽ ഈ പദ്ധതികളുടെ ഏകോപനത്തിലും പൈലറ്റ് പ്രൊജക്ടുകൾക്കുമായി 10 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തുക ചെറുതാണെന്ന് തോന്നുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കെയർ ഇക്കോസിസ്റ്റം സൃഷ്ടിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. സ്വീഡൻ പോലെയുള്ള വികസിത രാജ്യങ്ങളിലെ മാതൃകകൾ പിൻപറ്റി സ്വകാര്യ കെയർ സെന്ററുകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളും ഗുണനിലവാരങ്ങളും ഏർപ്പെടുത്തുവാനും സാധാരണക്കാരെ കുടുംബങ്ങൾക്ക് താങ്ങാവുന്ന സുരക്ഷിത വലയം തീർക്കുവാനും സർക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. മക്കൾ കടലിനക്കരയാണെങ്കിലും മുതിർന്ന തലമുറ ഇവിടെ സുരക്ഷിതരായിരിക്കണം എന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ പുതിയ നീക്കം കേവലം ഒരു സർക്കാർ നയം എന്നതിലുപരി സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ്. വയോജനങ്ങൾ സമൂഹത്തിൽ അദൃശ്യരാകാതെ അവർക്ക് പുറം ലോകവുമായിട്ട് സംവദിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതിയാണ് വരും കാലങ്ങളിൽ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്.